Hi everyone. Embraan has taken over the social media with a blast. എവിടെ നോക്കിയാലും എമ്പുരാന്റെ ട്രെയിലറിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. എമ്പുരാൻ ട്രെയിലറിന്റെ ഡീകോഡിംഗ് ആൻഡ് റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. ലൂസിഫറിന്റെ ട്രെയിലറിലും ഇതുപോലെ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് തകർന്നു കിടക്കുന്ന ഒരു കുരിശോടെ ഇടഞ്ഞു പോകുന്ന ഒരു പാമ്പൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ PKR സ്മൃതിദിനമാണ് ചടങ്ങ്. ലൂസിഫർ സിനിമ അവസാനിക്കുമ്പോൾ ഇലക്ഷനിൽ വിജയിച്ച് ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയായി ഭരണത്തിൽ വരുന്നിടത്താണ് കേരള പൊളിറ്റിക്സിന്റെ പോർഷൻ അവസാനിക്കുന്നത്. ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ രണ്ട് പാർട്ടിക്കാരും, മഹേഷ് വർമ്മ അതായത് സായികുമാറിന്റെ കഥാപാത്രം ഇപ്പോൾ ജതിൻ രാംദാസിന്റെ കൂടെയാണ്. മേടയിൽ രാജനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ജതിൻ രാംദാസിന്റെ ആ ഒരു സ്പീച്ച് അതൊരു പക്ഷേ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നടന്നതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു സ്പീച്ച് ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിലെ ജതിൻ രാംദാസിന്റെ സ്പീച്ച് പോലെ തന്നെ ഇവർ എല്ലാവരും ടി വിക്ക് മുമ്പിൽ ഇരുന്ന സ്പീച്ച് കാണുന്ന പോലത്തെ രംഗം കാണിക്കുന്നുണ്ടാവുക. അഖണ്ഡ ശക്തി മോർച്ച സുരാജിന്റെ കഥാപാത്രം വരുന്നതാണ്. അത് ഭരണം പിടിച്ചെടുക്കാനായിട്ടുള്ള കാവിപ്പടയുടെ BJPയുടെ വരവായിരിക്കാം. മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവേണ്ടത് ജതിൻ രാംദാസ് ആണ്. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഷെയ്ഡ് എന്തോ കാണുന്നുണ്ടോ, ഒരു പക്ഷേ എന്തെങ്കിലും ഡിസ്കഷനോ കാര്യങ്ങളോ തീരുമാനമോ ഒക്കെ ആയിരിക്കും. പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള പിടിച്ചുലയ്ക്കാൻ പോകുന്ന എന്തൊരു തീരുമാനം എടുത്തതാവാം. കാവിപ്പടയുടെ ശക്തി കാണിക്കാനുള്ള ചില കാര്യങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു കേരള പൊളിറ്റിക്സ് എന്നുള്ള ലൂസിഫറിന്റെ ഒരു സ്റ്റാൻഡ് വിട്ട് അതൊരു നാഷണൽ പൊളിറ്റിക്സിന്റെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് സിനിമ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. വരുന്നത് അത്ര ചില്ലറ കൈയല്ല എന്ന് മഹേഷ് വർമ്മ പറയുന്നത് BJP അല്ലെങ്കിൽ ഈ കാവിപ്പട അഖണ്ഡ ശക്തി മോർച്ച IUFനെതിരെ കേരളത്തെ നയിക്കാനായി മുമ്പോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ആളെ ആയിരിക്കാം. അതായത് ലൂസിഫറിന്റെ അകത്ത് ബോബിയോട് സ്റ്റീഫൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ പരിചയം കൊണ്ട് മഹേഷ് വർമ്മ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നതാവാം. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോവിനോ തോമസിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നതായിട്ട് തോന്നുന്നില്ല എന്നൊരു ഒരു ചർച്ച ട്രെയിലർ ഡീകോഡിങ്ങിൽ എല്ലായിടത്തും റിയാക്ഷൻസിൽ എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നെടുമ്പള്ളി ഡാം സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ യോഗം. നെടുമ്പള്ളി എന്ന് പറയുന്ന നിയോജക മണ്ഡലം PK രാംദാസിന്റെയും അതിനുശേഷം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും നിയോജക മണ്ഡലമായിരുന്നു. അവരവിടെ MLA ആയിരുന്നു. നെടുമ്പള്ളി MLA ആയിരിക്കുമ്പോഴാണ് ലൂസിഫറിലെ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ ഒരു പക്ഷേ ജതിൻ രാംദാസിന്റെ മന്ത്രിസഭ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനം ഈ നെടുമ്പള്ളി ഡാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോവുകയോ എന്തെങ്കിലും വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുകയോ, അപ്പം അച്ഛൻ്റെ ഒരു സെന്റിമെന്റ്സ് ഒക്കെ കാരണം മഞ്ജു വാര്യർ ആ പ്രതിഷേധത്തിന്, അതായത് ഓട്ടോമാറ്റിക്കലി ജതിൻ രാംദാസിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് അത് മാറുന്നതാവാം. അഭിമന്യു സിംഗിന്റെ വില്ലൻ കഥാപാത്രം സയ്യിദ് മസൂദിന്റെ ചെറുപ്പകാലം തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് സയ്യിദ് മസൂദിന്റെ ഒരു ടീമിലേക്ക് ആ ഒരു ഫാമിലിയിലേക്ക് സ്റ്റീഫൻ വരുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ 2 ടൈം ലൈനിലായിരിക്കാം കഥ നടക്കുന്നുണ്ടാവുക. അതായത് കേരള പൊളിറ്റിക്സിൽ ജതിൻ രാംദാസ് മുഖ്യമന്ത്രി ആയിരിക്കുന്നു, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതേസമയത്ത് സ്റ്റീഫനെ അന്വേഷിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇന്റർനാഷണൽ ഗാങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഖുറേഷി അബ്രഹാമായിട്ട് സ്റ്റീഫനെ കാണിക്കുന്നുണ്ടാവാം. അതിനിടയ്ക്ക് ഒരു സെക്കൻഡ് ടൈം ലൈനിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്താണ് സയ്യിദ് മസൂദിന്റെ ഒരു ബാക്ക് സ്റ്റോറി, എങ്ങനെയാണ് സ്റ്റീഫനുമായിട്ട് ബന്ധപ്പെടുന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ പ്രസന്റ് ടൈം ലൈനിൽ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ്, അങ്ങനെ ആയിരിക്കണം സിനിമയുടെ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവേണ്ടത്. അപ്പം ഈ അഭിമന്യു സിംഗിന്റെ കഥാപാത്രം ഒരു പക്ഷേ ഈ സയ്യിദ് മസൂദിന്റെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കലാപവും ഒക്കെ ബന്ധപ്പെട്ടായിരിക്കണം ആ ഒരു കഥാപാത്രത്തിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവുക. ഡ്രഗ് മാഫിയ, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിനിമയുടെ ഒരു സസ്പെൻസ് ക്യാരക്ടർ എന്നാണ് വിശ്വസിക്കുന്നത്. അത് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കിടിലൻ ചർച്ചകളൊക്കെയാണ്. ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു രംഗം ഇതാണ്. അത് ലീക്ക് ആവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സിനിമ കാണണം.
സ്റ്റീഫൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു പ്യുവർ ഈവിൾ അല്ല, അതായത് ബ്ലാക്ക് അല്ല വൈറ്റ് അല്ല, ഒരു ഗ്രേ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ചെറിയ തിന്മയും വലിയ തിന്മയും. അപ്പോൾ സ്റ്റീഫനെ പ്ലേസ് ചെയ്യുന്നത് ലൂസിഫറിൽ ചെറിയ തിന്മ എന്നുള്ളിടത്താണ്. വലിയ തിന്മ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും KA ഗ്യാങ്ങിന് ഓപ്പോസിറ്റ് വരുന്നത് ജിഹാദി ഗ്രൂപ്പും അതുപോലെ തന്നെ ഡ്രഗ് കാർട്ടലും വരും. അപ്പം സ്റ്റീഫൻ ഈസ് എ ക്രിമിനൽ, ബട്ട് ഹീ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ബിഗർ ക്രിമിനൽസ്. ദാറ്റ് വുഡ് ബി ദ ഐഡിയ. അപ്പം അവിടെ ഈ ഡ്രഗ് കാർട്ടലും ജിഹാദി ഗ്രൂപ്പുകളൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി ഖുറേഷി അബ്രാമിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സ്റ്റീഫൻ വെരിസിനോ. ഓക്കെ, അത് സ്റ്റീഫൻ എവിടെയാ? അത് കബൂഗയാണ്. ലൂസിഫറിൽ ശക്തി കപൂറിന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, കബൂഗ ഹേ? ദിസ് ഇസ് കബൂഗ. നമ്മൾ ഓൾറെഡി ആ ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ കണ്ടതാണ്. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, ലൂസിഫർ. उसकी आंखें सब देख रही है. ഓ, ഹിസ് ഐസ് വാഷ് എവറിത്തിങ് എന്നുള്ള ഈ ഫ്രെയിം ഒന്ന് നോക്കണേ. അവിടെ ആ തകർന്നു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ഒരു തൂണ് തകർന്നു കിടക്കുന്നത് L ഷേപ്പിലാണ്. സോ ലൂസിഫർ ഈസ് വാച്ചിങ് എവറിത്തിങ്. ഹിസ് ഐസ് ആർ വാച്ചിങ് എവറിത്തിങ്. ഇറ്റ്സ് ലൈക്ക് ഇല്ലുമിനാറ്റി, റൈറ്റ്? എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. നൈസ് ഡീറ്റെയിലിംഗ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വരുന്ന ഇരുട്ടിൻ്റെ പഴയ സീക്വൻസ് ആണ്. പഴയ സീക്വൻസ് ആയിരിക്കും. പൃഥ്വിരാജിന്റെ ചെറുപ്പം ചെയ്ത കഥാപാത്രം സലാറിലും ഈ പയ്യൻ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. കിടിലൻ കാസ്റ്റിംഗ്. ഫസ്റ്റ് പാർട്ട് കണ്ട സമയത്ത് അതിലെ തീം സോങ് വാസ് ഹെവി. അപ്പൊ അതിന്റെ ഒരു ഫീമെയിൽ ഒരു ചൈൽഡ് വേർഷനാണ് കേൾപ്പിക്കുന്നത്. സെയിം സോങ്ങിന്റെ മെയിൽ വേർഷൻ അതൊന്നും കാണാം. രാഷ്ട്രീയ വിശദീകരണ യോഗം. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്കാണോ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത്? അതെ, യെസ്. IUFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്കാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ എൻട്രി എന്ന് കാണിക്കുന്നത്. അപ്പം ഒരു പക്ഷേ IUFുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു, IUF ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു പക്ഷേ ജതിൻ രാംദാസ് എടുത്തിട്ടുള്ള എന്തെങ്കിലും ഡിസിഷനൊക്കെ ആവാം. അങ്ങനെ ആ ഒരു PKRന്റെ പാർട്ടി അല്ലേ, PKRന്റെ അച്ഛൻ്റെ പാർട്ടി പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സമയത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ റീ എൻട്രി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഡെവിളാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. ചെകുത്താനാണ് പറയുന്നത്. മേ ബി മുരളി ഗോപിയുടെ ടിപ്പിക്കൽ ലെയർ വല്ലതായിരിക്കും. സ്ഥിര ആൾക്കാരുണ്ട്. മണിക്കുട്ടൻ്റെയും നമ്മുടെ തമിഴ്നാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന ആളുടെയൊക്കെ ആ റിയാക്ഷൻ ഷോട്ട്സ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ലൂസിഫർ സിനിമയിൽ തന്നെ ഏറ്റവും ഹൈ മൊമെന്റ്സ് നമുക്ക് തന്നിട്ടുള്ളത് ഡയറക്റ്റ്ലി പ്രേക്ഷകർ കാണുന്നതിന് പകരം ഈ ലൂസിഫറിന്റെ പ്രവൃത്തികൾ വേറൊരാൾ കാണിക്കുന്ന റിയാക്ഷൻ ഷോട്ട് ഒരുപാട് പൃഥ്വിരാജ് വെച്ചിട്ടുണ്ട്. അതായത് കടുവള പോലെ സീനൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ആ ഹൈ മൊമെന്റ് കിട്ടുന്നത് ഈ തമിഴിന് അത് കാണുന്ന ഒരു സമയത്തില്ല. ആളുടെ കാഴ്ചപ്പാടില്ല. തമിഴ് പാട്ടൊക്കെ ഇട്ട് കടുവള പോലെ പാട്ടൊക്കെ ഇട്ട് കാണിക്കും. ആ ഒരു റിയാക്ഷൻ ഷോട്ടുകൾ. അതുപോലെ തന്നെ ലൂസിഫർ ആരാണ്, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആ ഒരു ഷോട്ട് ഷാജോനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഷാജോൻ ഞെട്ടുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. സോ റിയാക്ഷൻ ഷോട്ട്സിന് പൃഥ്വിരാജ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവിടെയാണ്. അതുപോലെ തന്നെയാണ് ഈ മണിക്കുട്ടൻ്റെയും അതുപോലെ തന്നെ മുത്തുമായിട്ട് അഭിനയിക്കുന്ന ആളുടെയൊക്കെ ഷോട്ട്സ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ സംസാരിക്കുന്ന ഷോട്ട്സ് ഉണ്ടല്ലോ, സ്റ്റീഫൻ ആയിരിക്കാം അല്ലെങ്കിൽ ജതിൻ രാംദാസ് ആയിരിക്കാം, സംസാരിക്കുന്ന സമയത്ത് അവർ TV-യിൽ കാണുന്നു, നേരിട്ട് കാണുന്നു, അങ്ങനെ കുറേ റിയാക്ഷൻ ഷോട്ട്സ്. അത് പൃഥ്വിരാജിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതെ, ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. ജാൻവി അല്ലാതെ രക്തബന്ധത്തിൽ എനിക്ക് ഒരാളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയദർശിനിക്ക് സഹോദരങ്ങൾ 2 പേരാണ്. അതിലൊന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്, മറ്റൊന്ന് ജതിൻ രാംദാസ് ആണ്. എൻ്റെ അമ്മയും അച്ഛനും വേറെ ആൾക്കാരാണ് എന്ന് പ്രിയദർശിനിയോട് സ്റ്റീഫൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയദർശിനിയുടെ കാഴ്ചപ്പാടിൽ ജതിൻ തന്നെയാണ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ഇവിടെ സിനിമയുടെ ട്രെയിലറിൻ്റെ ഒരു സ്വഭാവത്തിൽ ജതിൻ രാംദാസും പ്രിയദർശിനിയും ഓപ്പോസിറ്റ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ സത്യം തിരിച്ചറിഞ്ഞ പ്രിയദർശിനി ജതിൻ രാംദാസിനെതിരെ ആവുന്നതാവാം, ഓർ അറ്റ് ദ സെയിം ടൈം
സ്റ്റീഫൻ നെടുമ്പള്ളി ബ്രദർ അല്ല എന്നുള്ള ലൂസിഫറിലെ ഒരു വിശ്വാസവുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ലൂസിഫറിനെ സമ്മൻ ചെയ്യാനായിട്ട് ജതിൻ രാംദാസ് എടുത്തിട്ടുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് വരികയും അപ്പോൾ അതിനെതിരെ പ്രിയദർശിനിക്ക് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഒരു ഡയലോഗ് പറയുന്നത്. എനിക്ക് സ്റ്റീഫൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പോലെ ആവാനും സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം കുറച്ചുകൂടി ചാൻസ്. കാരണം രക്തബന്ധത്തിനേക്കാളും വലുത് എനിക്ക് നിങ്ങളാണ് എന്ന് പറയുന്ന ഒരു രംഗം ഓൾറെഡി ട്രെയിലർ കാണിക്കുന്നുണ്ടല്ലോ. സോ അറ്റ് എ പോയിന്റ് ഓഫ് ദ മൂവി ജതിൻ രാംദാസിനെതിരെ പ്രിയദർശിനിക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട് സിനിമയിൽ. പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ പ്രോംപ്റ്ററിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ആദ്യത്തെ 1-2 സെൻസ് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പ്രതീക്ഷയിലാണ് കേരള ജനത, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധീരൻ. അത് ക്ലിയർ ആവുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. ആ പോർഷൻ അത്ര ക്ലിയർ അല്ല. എന്തോ പ്രതീക്ഷയാണ് കേരളം. അപ്പം എനിക്ക് ഒരുപക്ഷെ അത് സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം പിൻവലിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ തിന്മ കേരളത്തിന്റെ മുകളിലേക്ക് വരുന്നു, അതിനെ എതിർക്കാൻ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാഗമായിരിക്കും. കാരണം NBTVന്റെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു വളരെ വലിയ, കേരളത്തെ മുഴുവനും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വാർത്തയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഷോട്ടിൽ നിന്ന്. വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ, അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? വേറെ ഒരു MLA മാത്രമായിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അയാളെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ കുറച്ച് വിവരങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ സ്റ്റീഫൻ ശരിക്കും ഒരു MLA മാത്രമല്ലെന്ന് അറിയാവുന്ന ആരോ ഒരാളുണ്ട്. അത് സുരാജ് ആവാം, ആരും ആവാം. ഈ ഒരു ഷോട്ടിൽ അവിടെ ഇരിക്കുന്ന ആ ഫയൽസ് ഒരു പക്ഷേ ഗോവർദ്ധൻ്റെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. X-ഫയൽസ് എന്തെങ്കിലും ആവാനുള്ള സാധ്യതയുണ്ട്, അറിയില്ല. നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ടെന്ന് പറയുന്ന സമയത്ത് ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വിളിച്ചിട്ടാണ് ജതിൻ രാംദാസ് വരുന്നത്. അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി വെറുതെ ഒരു MLAയോ രാഷ്ട്രീയക്കാരനോ മാത്രമല്ല എന്ന് അറിയാവുന്ന കുറച്ച് ആൾക്കാർ, അതായത് ലൂസിഫർ സിനിമയിലെ ജയിലർ, അതുപോലെ തന്നെ തമിഴിൻ്റെ കഥാപാത്രം, അതോടൊപ്പം തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ചെറിയൊരാളല്ല എന്നറിയാവുന്ന മറ്റൊരാൾ ജതിൻ രാംദാസ് ആണെന്നൊരു ക്ലൂ ആയിരുന്നു ലൂസിഫറിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ജതിൻ രാംദാസിന് പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതിനും അപ്പുറത്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഫേസ് ദി വേൾഡ് അബ്രാം, ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോട്ട്, ലൂസിഫർ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ ഇറ്റ്സ് കൺഫേംഡ്, ഇറ്റ്സ് ഖുറേഷി അബ്രാം എന്ന് വിളിച്ചു പറയുന്ന ആ ക്യാരക്ടർ, അതായത് CIA ഇന്റർപോളിൽ നിന്ന് വിളിച്ചു പറയുന്ന ക്യാരക്ടർ ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ ഓഫീസർക്കാണ്. ദിസ് ലേഡി ഈസ് കൺഫ്രണ്ടിങ് മോഹൻലാൽ, ഖുറേഷി അബ്രാം. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ദൈവപുത്രൻ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തെറ്റാവാം, അല്ലെങ്കിൽ അവനെതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നതാവാം. എനിവേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡിസിഷൻ, ജതിൻ രാംദാസിൻ്റെ ഏതോ ഒരു ഡിസിഷൻ പബ്ലിക് ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് വരാനൊരു സാധ്യതയുണ്ട്. ഒരു കലാപം പോലെ ഒരു മോഡിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട്. ചെകുത്താൻ തിരിച്ചു വരേണ്ടതുണ്ട്. ദൈവം മരിച്ചു, ദൈവപുത്രനാണുള്ളത്. ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ ചെകുത്താനിലേക്ക് പോകേണ്ടി വരും, ലൂസിഫറിലേക്ക് പോകേണ്ടി വരും. ചെകുത്താൻ അല്ല, കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ഗ്രേ ആണ്. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? കബൂഗ് ഇവിടെ ഉണ്ട്. അപ്പം ലൂസിഫറിൻ്റെ അകത്ത് ഇന്റർപോളിലെ ഷോട്ട് കാണിക്കുമ്പം അവിടെ പറയുന്നത് അവിടെ ഈ 2 നെക്സസ് ഫേസ് ടു ഫേസ് വരുന്നുണ്ട് എന്നാണ് ഓഫീസർക്ക് ആ ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫേസ് ഓഫ് എന്തായാലും ഈ സിനിമയിലുണ്ട്, ഇവർ തമ്മിലുള്ള ഒരു ഫേസ് ഓഫ്. അവിടെയാണ് ആർമി അല്ലെങ്കിൽ ഇടപെടാനായിട്ട് പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എനിമി ഓഫ് ആൻ എനിമി ഇസ് എ ഫ്രണ്ട്. പക്ഷേ ഇവർ ഇന്റർപോള് അല്ലെങ്കിൽ CIA ഖുറേഷി അബ്രാമിനെ കീഴ്പ്പെടുത്താൻ 2 ഓപ്ഷൻസ് ആണ്. ഖുറേഷി അബ്രാമിനെതിരെ ഖുറേഷി അബ്രാമിൻ്റെ എതിരാളികളെ സഹായം ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഖുറേഷി അബ്രാമിനെ അഗെയിൻസ്റ്റ് നിൽക്കുന്നത് ജിഹാദി ഗ്രൂപ്പുകളും ഡ്രഗ് കാർട്ടൽസും ആണ്. സോ ഡ്രഗ് കാർട്ടൽസിനെയും ജിഹാദി ഗ്രൂപ്പുകളെയും എതിർക്കാൻ ഒരു പക്ഷേ ഖുറേഷി അബ്രാമിൻ്റെ സഹായം മേടിക്കുന്നതാവാം. കാരണം ലൂസിഫറിൻ്റെ അവസാനത്തെ എമ്പുരാനെ തീം സോങ്ങിൻ്റെ അകത്ത് നെസസറി ഈവിൾ എന്നുള്ള പോലെ കാണിക്കുന്നുണ്ട്. ഹീസ് അഗെയിൻസ്റ്റ് ഡ്രഗ് കാർട്ടൽസ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പോർഷൻസ് അവസാനം കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക.
മേക്കേഴ്സ് ഓഫ് ലൂസിഫർ. സയ്യിദ് മസൂദ്. സയ്യിദ് മസൂദിന് ഉറപ്പായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്ക്, ഫോർമേഷൻ, പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവും. We have to end this war. ഞാൻ ഈ ഷോട്ടാണ് പറഞ്ഞത്. അവിടെ ആ കാറിൽ വരുന്നത് ഈ ഷോട്ട്, അതൊരു പക്ഷേ ആ ലൂസിഫറിന്റെ അവസാനത്തെ ആ ഒരു ഷോട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കാം. ഇത് സയ്യിദ് മസൂദിന്റെ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും. So Stephen, come back. ഗോവർദ്ധൻ ഈസ് കോളിംഗ് സ്റ്റീഫൻ ബാക്ക്. ഗോവർദ്ധൻ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ വെച്ചിട്ടുണ്ടാവും സ്റ്റീഫൻ. എന്താണ് നാട്ടിലെ കാര്യങ്ങൾ എന്ന് അറിയാനായിട്ട് ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ വെച്ചിട്ടുണ്ടാവാം. സ്റ്റീഫൻ ഈസ് ബാക്ക്. സ്റ്റീഫൻ്റെ കൂടെ ഉള്ളത് അവൻ്റെ ടീം തന്നെയാണ്, ഹിറ്റ് ഗ്യാങ് തന്നെയാണ്, സയ്യിദ് മസൂദിൻ്റെ ടീമാണ്. സ്റ്റീഫൻ പഴയ പോലെ തന്നെ മുണ്ടും ഷർട്ട് ഇട്ട് വന്നിട്ടുണ്ട്. വാടാ, നമുക്കത് രണ്ടും കണ്ടു നോക്കാം. വാടാ. അവിടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ യോഗമാണല്ലോ വീണ്ടും. പ്രതിഷേധ യോഗം. ഓക്കെ, നമ്മൾ പറഞ്ഞ അസംഷൻ വളരെ കറക്റ്റാണ്. ജതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും നേർക്കുനേർ വരുന്നുണ്ട്. ഇവിടെ നോക്കുക, PK രാംദാസിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള കട്ടൗട്ട് പ്രിയദർശിനി രാംദാസിൻ്റെയാണ്. സോ ജതിൻ രാംദാസിനെതിരെയുള്ളതാവാനുള്ള സാധ്യതയുണ്ട്. അത് ലീഡ് ചെയ്യുന്നത് പ്രിയദർശിനി രാംദാസാണ്. നെടുമ്പള്ളി ഡാം, നെടുമ്പള്ളി ഡാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിലുള്ള പ്രതിഷേധ യോഗം ലീഡ് ചെയ്യുന്നത് പ്രിയദർശിനി രാംദാസാണ്. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ പ്രിയദർശിനി രാംദാസിൻ്റെ കട്ടൗട്ടാണ് PKRൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്. ജനങ്ങൾ കൈയടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജതിൻ രാംദാസിനെതിരെയുള്ള പ്രതിഷേധ യോഗത്തിൽ പ്രിയദർശിനി രാംദാസ് പങ്കെടുക്കുന്നു. ആ പ്രതിഷേധം പ്രിയദർശിനി രാംദാസ് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ആ പ്രതിഷേധ യോഗത്തിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. PK രാംദാസിന്റെ കട്ടൗട്ട് വീഴുന്ന കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ആ പ്രിയദർശിനി രാംദാസ് ലീഡ് ചെയ്യുന്ന ആ ഒരു പ്രതിഷേധത്തിനിടയ്ക്ക് വേറെന്തോ പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവാം. ആ തോക്കിൽ K എന്നാണ് വെച്ചേക്കുന്നത്. ഖുറേഷി അബ്രാം. ദാറ്റ്സ് നൈസ്. ബാക്കി നമുക്ക് ഫോണിൽ കാണാം. ചാർജ് പോയി. പവർ, ഗ്രീഡ്, വെഞ്ചൻസ്, ഈ മൂന്ന് സംഗതികളെ കുറിച്ചാണ് എമ്പുരാന്റെ സിനിമ. ഇഫ് യു റിമെമ്പർ ലൂസിഫറിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു: ബ്ലഡ്, ബ്രദർഹുഡ്, ബിട്രയൽ. രക്തബന്ധം, സാഹോദര്യം, ചതി. ഈ മൂന്ന് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ലൂസിഫർ സിനിമ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പവർ, ഗ്രീഡ്, വെഞ്ചൻസ്. അധികാരം, അത്യാഗ്രഹം, പ്രതികാരം. ഈ ചങ്ങായി നിങ്ങൾക്കറിയാം. ഈ ചങ്ങായിയാണ് ഫസ്റ്റ് ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോട്ടിൽ ഇറ്റ്സ് ഖുറേഷി അബ്രാം എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഇന്റൽ പാസ് ചെയ്യുന്നത് മറ്റേ ഓഫീസർക്ക്, ആ പുള്ളിക്കാരിക്ക്. സോ ആളും ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഇവിടെ അതും ആ കയ്യിലിരിക്കുന്ന പിസ്റ്റളിൻ്റെ അകത്തും K എന്ന് വെച്ചിട്ടുണ്ട്. അത് ഖുറേഷി അബ്രാമിന്റെ പിസ്റ്റളാണ്. എനിക്ക് തോന്നുന്നു ആ മുമ്പിൽ നിൽക്കുന്നത് ഇന്റർപോളിന്റെ ഇന്റൽ കൊടുക്കുന്നതായിട്ട് ലൂസിഫറിൽ കാണിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. പുള്ളിക്കെതിരെയാണ് ഗണ്ണ് ലോഡ് ചെയ്തിട്ടുള്ളത്. Who are you really? Lucifer. ഗോവർദ്ധനാണ് ചോദിക്കുന്നത് ശരിക്കും നിങ്ങൾ ആരാണെന്നുള്ളത്. അപ്പം അത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും ഗോവർദ്ധനും പിടികിട്ടിട്ടില്ല ശരിക്കും ആരാണെന്നുള്ളത്, സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജതിൻ രാംദാസിനും കുറച്ചൊക്കെ അറിയത്തുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത്രയൊക്കെ അറിയേണ്ട കാര്യമില്ല എന്നും, ഇവിടെ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു അധികാരത്തിലിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു വലിയ തിന്മയാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു പക്ഷേ ജതിൻ രാംദാസ് വരുന്നുണ്ടാവാം. അതൊരു പക്ഷെ നെസസറി ഈവിൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കാനായിരിക്കും സാധ്യത. ലൂസിഫർ നൈസ്. ഓഫ് കോഴ്സ് അത് ലൂസിഫറിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ള അത്ര സാധനത്തിലേക്ക്
പൃഥ്വിരാജ് വരുന്നില്ലെങ്കിലും ഈ പടത്തിൽ സ്വാഭാവികമായിട്ടും സ്റ്റീഫൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അത്ര തന്നെ സെയിം റോളിൽ പൃഥ്വിരാജ് ഉണ്ട് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആയിട്ട് ട്രെയിലർ കട്ടിൽ കാണിച്ചു തരികയാണ്. നൈസ്, സച്ച് എൻ അമേസിങ് ട്രെയിലർ കട്ട്. ഈ ലൂസിഫറിന്റെ ട്രെയിലർ കട്ടിനെയൊക്കെ കവച്ചു വെക്കാൻ എമ്പുരാന് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഹിയർ ഇറ്റ് ഈസ്. അയ്യോ, ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഹൈ മൊമെന്റ് എന്ന് പറയുന്നത് എമ്പുരാനെ സോങ് ആദ്യം ഒരു കുട്ടി പാടി പിന്നെ ഒരു ഹൈ പിച്ചിൽ ആ മെയിൽ വോയിസിലേക്കൊക്കെ വരുന്ന, ഓ മൈ ഗോഡ്, റിയലി ഐ കാൺട്ട് വെയിറ്റ് for 27 to happen. First ever movie to be released in IMAX. അതുപോലെ റെക്കോർഡുകളൊക്കെ ഷാറ്റേർഡ് ആണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഗോയിങ് ടു ബി സോ ജെം ഓഫ് എ മൂവി ഐ ബിലീവ്. ട്രെയിലർ ഇറങ്ങുന്ന ദിവസം ഡിപ്പാർട്ട്മെന്റിൽ ഇന്റർവ്യൂ നടക്കുന്ന ദിവസമാണ്. 1 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങണം, എന്നിട്ട് കണ്ടിട്ട് തിരിച്ചു വരണം എന്നൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ട്രെയിലർ, ആൻഡ് ആ ട്രെയിലറിന് കൊടുത്തൊരു ക്യാപ്ഷൻ ഉണ്ട്, ഇറ്റ്സ് യു ഹൂ സമൺഡ് ഡെവിൾ അറ്റ് ദിസ് ടൈം. സി ദ കോൺഫിഡൻസ് ഓർ കമാൻഡ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദിസ് മൂവി. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, that's what the audience must be having around this movie. Like everyone out there, I'm also pretty much excited of watching this movie. Let's wait till 27th. Thank you so much. See you in another video.